കഴിഞ്ഞ ദിവസം മുൻ കേന്ദ്രമന്ത്രി കൂടിയായ ശ്രീ KV തോമസ് എഴുതിയ പുസ്തകത്തിൽ പത്മജയെക്കുറിച്ച് പരാമർശമുണ്ട്. അതായത് സോണിയാഗാന്ധി ലീഡറുമായിട്ടൊക്കെ തെറ്റാൻ കാരണം പത്മജയ്ക്ക് സീറ്റ് കൊടുക്കാൻ ശ്രമിച്ചതാണ്. എന്ത് പറയുന്നു? എന്തൊരു നുണയാന്നറിയാം. കാരണം ഞാനും ശ്രീമതി സോണിയാഗാന്ധിയും ഭയങ്കര അടുപ്പായിരുന്നു മാനസികമായിട്ട്. ഞാൻ എപ്പോഴും എനിക്ക് ആ പാർട്ടി വിട്ടു പോകുന്നതിൽ വിഷമമില്ല. പക്ഷെ എനിക്ക് അവരോടൊരു മാതൃതുല്യമായിട്ടുള്ളൊരു സ്നേഹമായിരുന്നു. എൻ്റെ കാര്യത്തിന് അവരൊരിക്കലും എന്തിനാ പറയണ്ട, ആദ്യം അച്ഛൻ മരിച്ചിട്ട് മുരളിയേട്ടന് പകരം എൻ്റെ പേര് പറഞ്ഞതാണ് സോണിയാഗാന്ധി. അപ്പോൾ അത്രയും അവർക്ക് എന്നോട് ഇഷ്ടമായിരുന്നു. ഇതങ്ങനെയല്ല, ഇദ്ദേഹം എൻ്റെ അച്ഛന് ക്ഷീണം പറ്റിയപ്പോഴേക്കും നേരെ AKAന്റണിയുടെ അടുത്തേക്ക് ചാടി. കുറച്ച് കാലം ഉമ്മൻചാണ്ടിയുടെ അടുത്ത് പോകാൻ നോക്കി, അദ്ദേഹം അടുപ്പിച്ചില്ല. അദ്ദേഹത്തിന് കുറച്ചുകൂടി ബുദ്ധിയുള്ളതുകൊണ്ട് അദ്ദേഹം അടുപ്പിച്ചില്ല. അത് കഴിഞ്ഞ് അപ്പം തന്നെ വീണ്ടും തിരിച്ച് മറ്റേ പിണറായിയുടെ കൂടെ വന്നല്ലോ. ഇനിയിപ്പോൾ അടുത്ത എവിടേക്ക് പോകാനാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അതിന് എന്നെ പറയേണ്ട കാര്യം എന്താ? ഇല്ലാത്ത സംഭവം അങ്ങനെ കാര്യം ഉണ്ടായിട്ടില്ല, അറിയാം. എല്ലാം പറയുന്നതിൽ പകുതി നുണയാ. എനിക്ക് ലീഡറല്ലേ ഇദ്ദേഹത്തെ കണ്ടെത്തി? എന്താ സംശയം? പിന്നെ അങ്ങൊരു എൻ്റെ മറ്റേ ഹസ്ബൻഡിൻ്റെ അവിടെ പ്രൊഫസറായിരുന്നു തേവര കോളേജിൽ. അങ്ങനെ അതും അങ്ങൊരു വഴിയാണ്. ഒന്ന് അച്ഛൻ്റെ അടുത്തതായി, പിന്നെ INTUCയുടെ എന്തോ ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ആദ്യമായിട്ട് അച്ഛൻ പറയുന്നത് പാർലമെൻറ്റിൽ നിൽക്കാൻ. അതോടെ അദ്ദേഹത്തിൻ്റെ ബോധം പോയി. അങ്ങൊരു ഇരിപ്പിരുന്ന് ഓർമ്മയുണ്ട് എനിക്കിപ്പോഴും, പേടിച്ചിട്ട്. അത് കഴിഞ്ഞ അതുകൊണ്ടാണ് മറ്റേ ഈഡൻ ഉണ്ടല്ലോ, ഹൈബി ഈഡൻ്റെ അച്ഛൻ, ആളൊക്കെ അച്ഛനോട് ഇത്തിരി അകലാൻ കാരണം ഇദ്ദേഹം ആരെയും വളരാൻ സമ്മതിക്കില്ല. സോണിയാഗാന്ധിക്ക് മീൻ കൊണ്ടു കൊടുക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അത്യാവശ്യം. ഞങ്ങൾക്ക് തിരുത കൊണ്ടുവന്ന് ഞാൻ ഇന്ന് വരെ അങ്ങ് ഒരു എന്താ പറയുക സാധനം കൊണ്ടുവന്ന് തന്നിട്ടില്ല.